അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 5 കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിൽ വേണ്ട രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഭാര്യയും ഭർത്താവ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഭാര്യയും ഭർത്താവ് നാളെ സ്വർഗത്തിലും ഒരുമിച്ചായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അള്ളാഹുവിനെ പേടിയുള്ള ഭർത്താവ്, അള്ളാഹുവിനെ പേടിയുള്ള ഭാര്യ. ഏത് ഭർത്താവിനാണ് അള്ളാഹുവിനെ പേടിയുള്ളത്? ഏത് ഭർത്താവിനാണ് അള്ളാഹുവിനെ പേടിയുള്ളത്? ഏത് പെണ്ണിനാണ് അള്ളാഹുവിനെ പേടിയുള്ളത്? പടച്ചവനെ പേടിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കില്ലായിരുന്നല്ലോ, ഇങ്ങനെ ജീവിക്കില്ലായിരുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഭാര്യക്കും ഭർത്താവിനും പടച്ചറപ്പിനെ പേടിയില്ല. അള്ളാഹുവിനെ പേടിയില്ലാത്ത ജീവിതമുണ്ടല്ലോ, അള്ളാഹുവിനെ പേടിയില്ലാത്ത കുടുംബമുണ്ടല്ലോ. ആ കുടുംബത്തിൽ ഒരിക്കലും സമാധാനമില്ല, ഒരിക്കലും സന്തോഷമില്ല. എന്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണുണ്ടല്ലോ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കു പൊന്നുമോള്, നല്ലപോലെ വസ്ത്രം ധരിക്കു പൊന്നുമോള്. അല്ലാഹുവേ, പടച്ചവനെ, ഈ വഅദിന്റെ സദസ്സിൽ വന്നിട്ട് പോലും ശരീരം മറക്കാത്ത പെണ്ണുങ്ങളുണ്ടല്ലോ, തലമറക്കാത്ത പെണ്ണുങ്ങളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമല്ലോ. എപ്പോ ദുആ ചെയ്താലും നീ ചോദിക്കും, പടച്ചവനെ സ്വന്തരട്. ഏത് സ്വർഗമെന്നറിയുമോ? തലമറയ്ക്കാൻ മടിക്കുന്ന പെണ്ണ്, അത് പറയുന്ന പ്രവാചകരെ കുറ്റപ്പെടുത്തുന്ന കാലമോ? എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ വിവാഹം കഴിഞ്ഞു. അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടക്കുകയാണ്. മരിക്കുന്നതിന്റെ തലേ ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, അലിയേ, ഞാൻ മരിച്ചാ പകലെന്നെ കൊണ്ടുപോയി കബറടക്കല്ലേ അലിയേ, രാത്രിയിലെ കബറടക്കാവൂ, പകലെന്നെ കബറടക്കാൻ പാടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അലിയാര് തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ പകല് കബറടക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താ? അവിടെ നിന്ന് പറയുന്നു, അലിയേ, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. എന്നെ അതാ പകലാണ് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാകുമല്ലോ അലിയേ. അവരെന്റെ ശരീരത്തിന്റെ വടിവകാടുമല്ലോ. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരു മനുഷ്യനെന്റെ ശരീരത്തിന്റെ വടിവ കാണാൻ പാടില്ല. അതുകൊണ്ട് രാത്രിയെ എന്നെ കബറടക്കാവൂ എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ആ ഫാത്തിമയുടെ പുറകിൽ നിന്നാണ് സ്വർഗത്തിൽ പോകേണ്ടത്. ആ ഫാത്തിമയുടെ പുറകിൽ നിന്നാണ് സ്വർഗത്തിൽ പോകാൻ നീ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവേ, ശരീരം മറയ്ക്കാൻ പേടിയാ, അല്ലാഹുവിനെ ഭയമില്ലാതെ അഹങ്കാരത്തോടു കൂടി നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, അഹങ്കാരം മാറ്റടാ, 5 നേരം നിസ്കരിക്കടാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്ക്, എങ്കിലേ നിനക്ക് സ്വർഗത്തിലും ഒരുമിക്കാൻ കഴിയൂ എന്ന് ഖുർആൻ പറയുമ്പോ, പടച്ചവരെ, ഇന്ന് പെണ്ണുങ്ങളൊക്കെ TV കണ്ടിട്ട്, സീരിയൽ കണ്ടിട്ട് മക്കളെ അതുപോലെ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാലമോ? എന്റെ പ്രിയപ്പെട്ടവര്, ഹറാമുകളെ വാരി തിന്നുന്ന കാലമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, 2 കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ പറയുന്ന രണ്ട് പാപങ്ങള് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നീ പെട്ടെന്ന് മരിച്ചു പോകും ചെറുപ്പക്കാരാ, നീ പെട്ടെന്ന് മരിച്ചു പോകും പാപ്പാ, നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഈ പറയുന്ന ദുശീലങ്ങൾ നിന്റെ ഭർത്താവിനുണ്ടെങ്കിൽ, ഈ പറയുന്ന രണ്ട് ദുശീലങ്ങൾ നിന്റെ ഭർത്താവിനുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കടേ, തിരുത്തി കൊടുക്കടേ. അദ്ദേഹത്തിന്റെ കൂടെ നീ കൂടല്ലേ, ഭർത്താവിന്റെ കൂടെ കൂടിയാ അല്ലാഹു നിന്നെ വിധവയാക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ആയുസ് കുറച്ച് കളയുന്ന രണ്ട് പാപങ്ങളിൽ ഒരു പാപം എന്തെന്നറിയുവോ? ഹറാമായ പണം ആരുടെ വീട്ടിലുണ്ടോ, ഹറാമായ സമ്പത്ത് ആരുടെ വീട്ടിലുണ്ടോ, അല്ലാഹു നിന്റെ ആയുസ് വെട്ടിച്ചുരുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നീ പലിശ കച്ചവടം നടത്തിയത്, ലോട്ടറി എടുത്തിട്ട് വാങ്ങിക്കൂട്ടിയത്, കള്ളത്തരം കാണിച്ച് സമ്പാദിച്ചത് ഹറാം നിനക്ക് വാഴൂലടാ, നിനക്ക് തിന്നാ യോഗമില്ല, നിനക്ക് സുഖിക്കാ യോഗമില്ല. അല്ലാഹു നിന്റെ ആയുസ് ചുരുക്കി കളയുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പടച്ചവനെ ഭർത്താവിനെ ഹറാമിലേക്ക് തള്ളിവിടുന്ന പെണ്ണുങ്ങളുണ്ട്. എവിടെന്നാണെങ്കിലും പണം മതി, എങ്ങനെ സമ്പാദിച്ചതാണെങ്കിലും കുഴപ്പമില്ല. പൊന്നുമോള് വിധവയായി പോകും, പൊന്നുമോള് നിന്റെ മക്കള് തീമായി പോകും, പൊന്നുമോള് അല്ലാഹു തന്നതുകൊണ്ട് തെറ്റിപ്പെടൂ. അത് പട്ടിണിയാകട്ടെ, അത് സന്തോഷമാകട്ടെ, പടച്ചുറപ്പ് തന്നതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം പെങ്ങള്. ഹറാമ് തിന്നല്ലേ, മക്കളെ ഹറാമ് തിരിക്കല്ലേ. പട്ടിണി കിടക്ക് പൊന്നുമോള്, പച്ചവെള്ളം കുടിച്ചിട്ട് കിടക്ക് പൊന്നുമോള്, എങ്കിലും നീ ഹറാമ് തിന്നല്ലോ, ഹറാമുകൾക്ക് കൂട്ടു നിൽക്കല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഹറാമിനോട്, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ മനുഷ്യന്റെ ആയുസ് അല്ലാഹു ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സന്തോഷത്തിന്, പരസ്പരം സ്നേഹത്തിന് പണം വേണമെന്നില്ല, വീട് വേണമെന്നില്ല, കൊട്ടാരം വേണമെന്നില്ല, കഴിക്കാൻ ഭക്ഷണം വേണമെന്നില്ല. പടച്ചവനെ മഹ്ദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ അലിയേ. ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് മരിക്കുന്നതിന്റെ തലേ ദിവസം ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ നീ എന്നോട് യാത്ര പറയല്ലേ, നീ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ, എന്നെ വിട്ടിട്ട് പോകല്ലേ ഫാത്തിമ. ഫാത്തിമ ബീവിയെ കെട്ടിപ്പിടിച്ചിട്ട് അലിയാര് തങ്ങളിരുന്ന് കരയുകയാ. എന്തൊരു സ്നേഹമെന്നറിയുമോ, നീയില്ലാത്ത ഒരു ദിവസം എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഫാത്തിമ. അവർക്ക് പണമില്ലായിരുന്നു, കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു, കിടക്കാൻ നല്ല ഒരു വീടില്ലായിരുന്നു, സഞ്ചരിക്കാൻ വാഹനമില്ലായിരുന്നു, പക്ഷേ സ്നേഹമുണ്ടായിരുന്നു, തെറ്റിപ്പെടാനുള്ള മനസ്സുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, വാപ്പയും ഉമ്മയും എപ്പോഴും പറയാറുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട് ഉസ്താദ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. വാപ്പ, നിനക്ക് പട്ടിണി എന്താണെന്നറിയോ? ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരിക്കൽ പോലും പട്ടിണി എന്താണെന്നറിഞ്ഞിട്ടില്ല. വെറുതെ പറയുന്നവരാ. പട്ടിണി എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്ത് കിടന്ന് മക്കള് കരയുകയാ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും വീടിനകത്ത്
കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കുമോളെ. അള്ളാന്റെ റസൂല് വിളിച്ചു പറയുകയാണ്, മക്കൾക്ക് പാല് കൊടുക്കാൻ വിളിച്ചു പറയുകയാ. പ്രവാചകന് പള്ളിക്കകത്ത് കയറി നമസ്കരിക്കാൻ തുടങ്ങി. മക്കള് രണ്ടുപേരും കിടന്ന് കരച്ചലാട്. സലാം വീട്ടിയിട്ട് വിളിച്ചു പറഞ്ഞു, മോളെ ഫാത്തിമ പാല് കൊടുക്കുമോളെ. പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞിട്ട് പ്രസംഗിക്കുകയാണ്. അപ്പോഴും വീടിനകത്ത് നിന്ന് കരച്ചൽ കേൾക്കുകയാണ്. റസൂലുള്ള പിന്നെയും വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്കു ഫാത്തിമ. 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് കരച്ചൊലു തീരുന്നില്ല. റസൂലുള്ളാഹിന് വല്ലാത്ത ദേഷ്യം വന്നു. പ്രവാചകൻ എഴുന്നേൽക്കുകയാണ്. ഫാത്തിമയുടെ വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടെന്ന് ചോദിച്ചു, ഫാത്തിമ കരുണയില്ലേ ഫാത്തിമ, സ്നേഹമില്ലേ ഫാത്തിമ? 2 പൊന്നാര മക്കള്, പിഞ്ചുമക്കള് വിശന്ന് തളർന്നു കിടക്കുന്നു. നിനക്കൊന്ന് പാല് കൊടുക്കാൻ കഴിയുന്നില്ലേ? പ്രവാചകൻ തന്റെ പൊന്നുമോളെ വഴക്ക് പറയുമ്പോ ഫാത്തിമ ഇരുന്ന് കരയുകയാണ്. മുഖം പൊത്തി പിടിച്ചിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നാര മകളെ തേങ്ങി തേങ്ങി കരയുന്നത് കണ്ടപ്പോ അവിടുന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത് ചെന്നിട്ട് തന്റെ കരളിന്റെ കഷ്ടമായ പൊന്നുമകളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ എന്തിനാ മോളെ കരയുന്നത്? എന്തിനാ മോളെ കരയുന്നത്? ഈ മക്കൾക്ക് നീ എന്തേ പാല് കൊടുക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വാപ്പോ, ഭക്ഷണം കഴിച്ചിട്ട് ആഴ്ചകളായി, കാരക്കയും പച്ചവെള്ളവും കുടിച്ചിട്ട് കിടക്കുകയാണ്. എല്ലാം തീർന്നു പോയി വാപ്പോ. എന്റെ മക്കൾ 2 പേരും വിശന്ന് കരഞ്ഞപ്പോ പാല് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോ അവര് പാല് ചുരത്തിയപ്പോ പാല് വറ്റിയിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു വാപ്പാ. പട്ടിണി കിടന്നിട്ട് ഒരു പെണ്ണിന്റെ പാല് പറ്റിയിട്ട് രക്തം ഇങ്ങനെ പൊലിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു പോയി. വാപ്പയാണല്ലോ. പ്രവാചകൻ നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് എന്ത് പറയണമെന്നറിയുന്നില്ല, എന്ത് പറയണമെന്നറിയുന്നില്ല. 2 പിഞ്ചുമക്കള് തളർന്നു കിടക്കുന്നു. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ വെളിയിൽ ഇറങ്ങുകയാ. വാപ്പാ പട്ടിണി എന്ന് പറഞ്ഞാലതാ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പട്ടിണി കിടന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ വീട് വിട്ടിറങ്ങുകയാണ്. അതാ പടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ റസൂലുള്ള തലതാറ്റി പിടിച്ചിട്ട് നടക്കുകയാ. കിലോമീറ്ററുകളോളം നടക്കുകയാണ്. അവസാനം ഒരു യഹൂദിയുടെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് ചോദിച്ചു, മനുഷ്യ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യൻ അറിയില്ല ഇത് അല്ലാഹുവിന്റെ റസൂലാണെന്ന്. അവിടെന്ന് പറഞ്ഞു, എന്റെ ഈന്തപ്പന മരങ്ങളെ വെള്ളം കോരി നനച്ചാ 1 തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്ക ഞാൻ കോരി തരാ. അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമായി, അവിടുന്ന് സന്തോഷമായി. അതാ കയറെടുത്തുകൊണ്ട് വെള്ളം കോരാ പോവുകയാണ്. തൊട്ടിയും കയറും എടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിൽ ചെന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ വെള്ളം കോരുകയാണ്. ഏത് നബിയും അറിയുമോ? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കോരുകയാണ്. മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിക്കുകയാ. മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടൊഴിക്കുകയാണ്. 3 തൊട്ടി വെള്ളം കോരി 4ാമത് വെള്ളം കോരുന്നതിന് വേണ്ടി തൊട്ടിയെടുത്ത് കിണറ്റിലേക്ക് ഇടുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിൽ വീഴുകയാ. പ്രവാചകന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണുപോയി. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാ. റസൂലുള്ളാഹിനെ തല്ലി പ്രവാചകന്റെ മുഖത്തടിച്ചു. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. അടികൊണ്ടപ്പോഴും ഓർമ്മ വന്നത് തന്റെ പൊന്നുമോള് ഫാത്തിമ. വിശന്ന് കിടക്കുന്ന മക്കളെയാണ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ തല്ലുകൊണ്ടിട്ടും മിണ്ടിയില്ല. അവസാനം കിണറ്റിൽ വീണ തൊട്ടിയെടുത്തു യഹൂദിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെന്ന് ചോദിച്ചു, മനുഷ്യ എന്റെ കൂലിയൊന്ന് തരുവോ, എന്റെ കൂലിയൊന്ന് തരുവോ? യഹൂദി അത്ഭുതപ്പെടുകയാണ്. 9 കാരക്കയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. തല്യവന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ള ചിരിക്കുകയാണ്. എന്നിട്ട് 9 കാരക്കയും കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് ഓടുകയാണ്. വീടിന്റെ അകത്തേക്ക് ഓടിച്ചെന്നിട്ട് തളർന്നു കിടക്കുന്ന പിഞ്ചുമക്കളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുകയാ. കാരക്ക തന്റെ പൊന്നാര മക്കള് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമോ അവരുടെ വായിക്കകത്തേക്ക് കാരക്ക വെച്ച് കൊടുക്കുമ്പോ ആർത്തിയോടെ തിന്നുന്നു വാപ്പാ. കാരക്കയുടെ വലിപ്പം നിനക്കറിയുമല്ലോ, കാരക്കയുടെ വലിപ്പം നിനക്കറിയുമല്ലോ. 2 മക്കളും തിന്നുകയാണ്. ഒരൽപ്പം ഭക്ഷണം അവരുടെ ആമാശയത്തിലേക്ക് കടന്നു തന്നപ്പോ അവരൊന്ന് ചിരിക്കുകയാ. ബാക്കി വന്ന കാരക്ക എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, മോളെ ഫാത്തിമ, ഫാത്തിമ ബീബിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് റസൂലുള്ള പറഞ്ഞ മറുപടി, ഈ വാലിന് വന്ന ഒരൊറ്റ പെണ്ണും മറക്കാൻ പാടില്ല. ഒരു പെണ്ണും മരിക്കുന്ന കാലത്തോളം മറക്കല്ലേ. അല്ലാഹുവേ, പട്ടിണി കിടന്ന് മാരടത്തിലൂടെ രക്തമൊലിപ്പിച്ച പൊന്നുമോളുടെ കയ്യില് ഒരൽപ്പം കാരക്കയെടുത്ത് വെച്ച് കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോളെ ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ, നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. നിനക്ക് സ്വർഗം കിട്ടൂല ഫാത്തിമ. പെങ്ങള് ഇതുപോലെ പട്ടിണി കിടന്ന ഫാത്തിമ ബീവിയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണേ അലിയേ എന്ന് കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവര്, അള്ളാഹു തന്നതുകൊണ്ട് തെറ്റിപ്പെട്ടോ? പണം വേണമെന്നില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം എങ്ങനെയാണ്? ഒരു ദിവസം വിശക്കുന്ന വയറോട് അല്ലാഹുവിന്റെ റസൂല് വീട്ടിൽ കയറി വന്നിട്ട് ചോദിച്ചു, ആയിഷ, വിശക്കുന്നു ആയിഷ, എന്തെങ്കിലും താ ആയിഷ. ഭർത്താവ് വീടിനകത്ത് വന്നിട്ട് ചോദിച്ചു, തിന്നാൻ വല്ലതും തരുവോ? ഭാര്യ നിന്ന് കരയുകയാണ്, കുടിക്കാൻ അല്പ വെള്ളമെങ്കിലും താ ആയിഷ. ആയിഷ ബീവി നിന്ന് കരയുകയാ. കുടിക്കാൻ വെള്ളമില്ലാത്ത വീട്, കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത വീട്, തന്റെ ഭാര്യ ഭർത്താവിനൊന്നും കൊടുക്കാനില്ലാതെ കരയുന്നത് കണ്ടപ്പോ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഫാത്തായിഷ കരയണ്ട, ഇന്ന് ഞാൻ നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ. അങ്ങനെ ഒരു വീട് ഈ നാട്ടിലുണ്ടോ? ഭർത്താവ് വീടിനകത്ത് കയറി വന്നിട്ട് തിന്നാ വല്ലതും ചോദിക്കുമ്പോ കൊടുക്കാൻ പച്ചവെള്ളം പോലും ഇല്ലാത്ത ഒരു വീട് ഈ നാട്ടിലുണ്ടോ? തന്റെ ഭർത്താവിന് കൊടുക്കാൻ ഒന്നുമില്ലാതെ കരഞ്ഞപ്പോ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ കരയണ്ട, എനിക്ക് നോമ്പ് പിടിക്കാം ആയിഷ. വീടിനകത്ത് പോയിട്ട് അല്ലാഹുവിന്റെ റസൂല് വിശന്നിട്ട് ചുരുണ്ട് കിടക്കുമ്പോ തന്റെ ഭർത്താവിന്റെ വയറ് കണ്ടപ്പോ ആയിഷയ്ക്ക് സഹിച്ചില്ല. തന്റെ ഭർത്താവിന്റെ വയറ് കണ്ടപ്പോ ആയിഷാന് സഹിച്ചില്ല. ഉറങ്ങിക്കിടക്കുന്ന റസൂലുള്ളാഹിന്റെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് ആയിഷ ബീവി ഇരുന്ന് കരയുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ തന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴെ വീണു. എന്തേ ആയിഷ, എന്തേ ആയിഷ? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ സഹിക്കുന്നില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ സ്വർഗമില്ലേ ആയിഷ? അല്ലാഹു നമുക്ക് സ്വർഗം തരില്ലേ ആയിഷ?
എത്ര കിട്ടിയാലും തികയാത്ത പെണ്ണ്, പലിശ എടുക്കാൻ ഭർത്താവിനെ പറഞ്ഞു വിടുന്ന, ലോൺ എടുക്കാൻ ഭർത്താവിനെ പറഞ്ഞു വിടുന്ന, ഏത് വൃത്തികേടും ചെയ്യാൻ ഭർത്താവിനെ പറഞ്ഞു വിടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്റെ വീടിനകത്തെങ്ങാനും വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ, ലൗകാന ഇന്ധനാ ദുഹിനുന്, എന്റെ വീടിനകത്ത് വിളക്കിനകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു സഹാബ. അങ്ങനെ പട്ടിണിയായിരുന്ന ആയിഷാന്റെ വീട്ടില്. പക്ഷേ സന്തോഷവാ. ഒരു ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എത്രയോ ദിവസങ്ങൾക്ക് ശേഷം അല്പം മാവ് കിട്ടി. ഒരു റൊട്ടി ഉണ്ടാക്കി. ഭർത്താവും 2 മക്കളും എഴുന്നേറ്റിരുന്നു. പകുതി ഒടിച്ചിട്ട് കഴിക്കാൻ വെച്ചു. പകുതി തന്റെ കയ്യിൽ. അപ്പോഴാണ് ചിന്തിച്ചതല്ലാ, എന്റെ വാപ്പ വല്ലതും കഴിച്ചിട്ടുണ്ടാകോ? എന്റെ വാപ്പ പട്ടിണിയാണല്ലോ. ഫാത്തിമ ബീവി എഴുന്നേറ്റ് ഓടുകയാണ്. അള്ളാന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് പകുതി റൊട്ടി കൊണ്ടുപോയി റസൂലുള്ളാന്റെ കയ്യിൽ വെച്ചിട്ട്, വാപ്പാ വല്ലതും കഴിച്ചോ? ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് തന്റെ വാപ്പാന്റെ കയ്യിലേക്ക് പൊന്നുമോള് വെച്ചു കൊടുത്തപ്പോ റസൂലുള്ള കരയുകയാ. റസൂലുള്ളാന്റെ കണ്ണിങ്ങനെ നിറയുകയാണ്. ഫാത്തിമ ബീവി ചോദിച്ചു, എന്തേ വാപ്പാ, എന്തിനാ വാപ്പാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ തന്റെ പൊന്നാര മകളുടെ ചെവിയിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? 3 ദിവസമായി മോളെ വാപ്പ ഭക്ഷണം കണ്ടിട്ട്, 3 ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പ കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ പടച്ചവരെ, നീ ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാരെ. അല്ലാഹുവേ, നീ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകണേ അല്ലാ. പടച്ചവൻ നമുക്ക് നൽകിയ എത്ര വലിയ നിഅമത്താ. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത് എത്ര വലിയ ഭാഗ്യമാ. മോളെ, മുകളിലേക്ക് നോക്കല്ലേ, നിന്നെക്കാളും മുകളിലേക്ക് നോക്കല്ലേ, നിന്നെക്കാളും മുകളിലുള്ള കൊട്ടാരത്തിലേക്ക് നോക്കല്ലേ, പണക്കാരന്റെ ഭാര്യ നോക്കല്ലേ. മോളെ, നിന്നെക്കാളും താഴേക്ക് നോക്കൂ. ഒരു കൂരയില്ലാത്തവരുണ്ടല്ലോ, കിടക്കാൻ ഒരു വാടക വീടില്ലാത്തവരുണ്ടല്ലോ. അല്ലാഹു നിനക്ക് കൊട്ടാരമല്ലെങ്കിലും ഒരു കുടില് തന്നില്ലേ പെണ്ണ്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്. അല്ലാഹുവേ, നീ നൽകിയ നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നിലനിർത്തി തരണേ അല്ലാ, നിലനിർത്തി തരണേ അല്ലാ. നമുക്ക് ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ പടച്ചവനെ, മരിക്കുന്ന കാലത്തോളം ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ പടച്ചവനെ. ബക്കറ്റ് കളശനില്ലേ, ബക്കറ്റ് എടുത്തോ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരുന്നു. പോക്കറ്റിൽ കൈയിട്ടിട്ട് ഒരു സദക്ക എടുക്കുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി അല്ലാഹുവോട്. നീ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഒരു സദക്ക എടുക്കുമ്പോ നീ അല്ലാഹുവോട് പറയണം, ഈ പൈസ എടുക്കുന്ന കൈ ഒരുത്തന്റെ മുന്നിൽ നീട്ടി യാചിക്കേണ്ട ഗതി എനിക്ക് തരരുത്. പള്ളിയുടെ മുന്നിൽ പോയി തോർത്ത് വിരിച്ചിട്ട് യാചിക്കേണ്ട ഗതികേട് എനിക്ക് തരരുത് എന്ന ഒറ്റ നിയ്യത്തോടൊരു നല്ല സദക്ക എടുത്തു. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാവരും ഒരു നല്ല സദക്ക. എന്റെ ബക്കറ്റ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഒരു നല്ല സദക്ക, ആരുടെ മുന്നിലും തെണ്ടാതിരിക്കാൻ, ആരുടെ മുന്നിലും കൈനീട്ടി യാചിക്കാതിരിക്കാൻ ഒരു സദക്ക അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പെട്ടെന്നിട്ട് ഇൻഷാ അല്ലാഹ് 10:45 ഇല്ലേ? നിർത്താറായോപ്പാ? മടുത്തു തുടങ്ങിയ മടുത്ത എന്ത് വേണം? എന്നെ വീട്ടിൽ കൊണ്ടുവിടുവോ ആരെങ്കിലും? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഒരു അരമണിക്കൂറും കൂടി ഇരിക്കൂലേ? ഇത്തിരി കൂടെ പറയണമെന്ന് താല്പര്യമുള്ളവരുന്ന് കൈപൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടാ. ഞാൻ പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ ചാടി പൊക്കാനം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ.
അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. മനുഷ്യ കെട്ടിക്കിടക്കണ്ട മക്കളെ അവനോട് പറ വഴുത് നിർത്താൻ. ആ നിക്കറിട്ടവനോട് പറ, മോനെ വഴുത് നിർത്തട്ടാ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്നുള്ളവർ കൈവക്ക്. ചില വാപ്പമാര് കൈ പൊക്കണില്ല. വാപ്പായ്ക്ക് ബർക്കത്ത് എന്താന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. വാപ്പ ആ സാധനം ഇല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാം ഉണ്ട്, ബർക്കത്തില്ലെങ്കിൽ ജീവിതം പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ബർക്കത്ത് വേണോ? വേണോ? ഉറക്കപ്പറ വേണോ? വേണം. 4 കാര്യം ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ 4 കാര്യം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു നൽകുമാറാകട്ടെ. ഞാനൊരു 4 കാര്യം പറയാം. വീട്ടിൽ ഉണ്ടോന്ന് നോക്കിയാൽ മതി. നോക്കോ, പേടിച്ചൊന്നും വെക്കണ്ട. നോക്കോ, ഉറക്കപ്പറ. നോക്കോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബർക. 4 കാര്യങ്ങൾ ഏത് ഭവനത്തിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. എനിക്ക് ബിദിന ബിസ്ക്കറ്റ് എത്തി. ഇൻഷാ അല്ലാഹ്. നേരെ ഇരിങ്ങട്ട് നോക്ക്. നേരെ ഇരിക്ക്. ഇതപ്പോ ചുക്കാപ്പിയൊക്കെ വന്നല്ലോ, ഉഷാറായല്ലോ. ഇങ്ങോട്ട് നോക്ക്. ഒന്ന് അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബർക. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ വളർത്തിയ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഉണ്ടോ? ഒന്നും തോന്നില്ല, കുഴപ്പമില്ല, നിങ്ങൾ ബേജാറാവണ്ട. ഇൻഷാ അല്ലാഹ്. എന്തോ ഒരു ഷർറുണ്ടായിരുന്നു, അതങ്ങ് പോയി കിട്ടി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉസ്താദിനെ ആഫിയത്തോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ ആരുടെ ഇരിയുടെ അനിയന്മാരെ വരെ കത്തുമ്പോ വാഴ വെട്ടണോടാ. ഇങ്ങോട്ട് നോക്ക്. ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. വീട്ടിൽ ടി വി ഉണ്ടോ? കൈപൊക്കണ്ടട്ടാ. വീട്ടിൽ ടി വി ഇല്ലേ? ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 വദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബർക. ആരുടെ വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയിനാ റസൂലുള്ളാഹി. എന്തിനാ വളർത്തിയ? ഉണ്ടോ? പിന്നെ കോഴിക്ക് കാഷ്ടിക്കാനല്ലേ ഞാൻ ലക്ഷങ്ങൾ കൊടുത്ത് കെട്ടിയിട്ടിരിക്കണേ അല്ലേ? തിന്നാൻ കുഴപ്പമില്ല. കോഴിയെ വീട്ടിൽ വളർത്തണം. ഇനി ഉസ്താദെ പെടക്കോഴിയാണോ പൂവൻ കോഴിയാണോ എന്ന് എന്നോട് ചോദിച്ചേക്കല്ലേട്ടാ, എനിക്കതറിയില്ല. അങ്ങനെ ചോദിച്ചാൽ ഞാൻ കുടുങ്ങിപ്പോകും. വീട്ടിൽ കോഴിയെ വളർത്തണം. കോഴിയുടെ സ്വഭാവം ഇല്ലാതിരുന്നാൽ മതി. കോഴിയെ വളർത്തണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കോഴി ബർക്കത്തുള്ള ജീവിയാ, വീട്ടിൽ വളർത്തണം. കോഴി ഏത് വീട്ടിൽ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 പെണ്ണുങ്ങൾ ഇപ്പൊ എന്നെ ചൂലെടുത്തടിക്കും. ഇപ്പൊ എന്റെ ഇറച്ചി തിന്നാൻ തുടങ്ങും. 3 ഏത് വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത്? ഉറക്കെ പറ. എന്ത് ഉണ്ടോ? ആരുടെയെങ്കിലും കല്ലോ? എന്താന്നാ മക്കളെ ചോദിക്കണം. വാപ്പാടുത്ത സാധനം എന്താന്നാ വാപ്പാട് ചോദിക്കണം. അങ്ങനെ ഒരു സാധനം ഇന്നുവരെ ഇല്ല. ഏത് വീട്ടിലെ പറമ്പി പോലും കാണൂലല്ലോ. ഈ ഹദീസ് പഠിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയോ? ഈ ഹദീസ് പഠിപ്പിക്കുന്നത് നീ വന്ന വഴി ഒരു കാലത്തും മറക്കരുതെന്നാ ഇത് പഠിപ്പിക്കണേ. ആട്ടുകല്ലെന്ന് പറയുന്ന ഒരു ഗ്രൈൻഡറിന്റെ ജോലി ചെയ്യണത് ഇന്നിപ്പോ മിക്സി ആയത് വീട്ടില്. പെണ്ണുങ്ങൾ പറയും ഇങ്ങാർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, ആട്ടുന്നതിന്റെ ബുദ്ധിമുട്ട്. അവക്ക് തിന്നുന്നതും ബുദ്ധിമുട്ടാ, വേറെന്തരണ്ട, എല്ലാം ബുദ്ധിമുട്ടാ പെണ്ണുങ്ങൾക്ക്. ഇൻഷാ അല്ലാഹ്. ആട്ടുകല്ല് ഏത് ഭവനത്തിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു നൽകുമാറാകട്ടെ. ഉണ്ടോ? ഭാര്യ ചോറ് വെക്കണത് കരണ്ടില്ല. ഇപ്പൊ
ഭാര്യ ചോറ് വെക്കുന്നത് കരണ്ടി, ഇപ്പൊ ഗ്യാസ് പോലും വേണ്ട, കരണ്ട് മതി വീട്ടി. കറിച്ചട്ടിയല്ല ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കറിച്ചട്ടി വീട്ടിലുണ്ടെങ്കിൽ ബർക്കത്തുണ്ട്, അല്ലാഹു നൽകുമാറാകട്ടെ. അപ്പൊ രാവിലെ കരുനാഗപ്പള്ളി ചന്തയാണോ ഇവിടെ കായംകുളം ചന്തയോ നല്ലതില്ലേ? കായംകുളം ചന്തയിൽ ചെല്ലണം, ഒരാടിനെ വാങ്ങണം, 2-3 കോഴിക്കുഞ്ഞിനെ വാങ്ങണം, ഒരാട്ടുകല്ല്, 4-5 ചട്ടി വീട്ടിൽ കൊണ്ടുവെക്കോ. നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ രാവിലെ പോവല്ലേ? നീ വേണമെങ്കിൽ പോയി, എനിക്കിവിടെ എന്ത്? നിങ്ങൾക്ക് ബർക്കത്തുണ്ടായ അത് അവനവന്റെ കാര്യം. അള്ളാഹു ബർക്കത്തിലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാനെ പേടിക്ക്, അള്ളാനെ പേടിച്ച് ജീവിക്ക്. അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഭർത്താവിനും ഭാര്യയ്ക്കുവേ നല്ല മക്കളുണ്ടാകത്തുള്ളൂ. കള്ളു കുടിക്കനും പെണ്ണു പിടിക്കനൊന്നും നല്ല മക്കളുണ്ടാവില്ല. നല്ല പെണ്ണുങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. നല്ല കൃഷിയിടത്തിലെ നല്ല വിളവ് കിട്ടത്തുള്ളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഉമ്മാന്റെ വയറ്റിലെ നല്ല മക്കൾ പിറക്കത്തുള്ളൂ. നല്ല ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ജനിച്ച മക്കൾ ഒളിച്ചോടൂല. നല്ല മക്കൾ ഒളിച്ചോടുവോ? നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ മക്കള് പോവില്ല. പോടാതിന്റെ പണി നോക്കി എന്ന് പറയും. ഏതെങ്കിലും ഒരുത്തം വന്ന് വിളിച്ചാൽ പറയും, നീ നിന്റെ പണി നോക്കി പോടാ. നല്ല മക്കൾ